സംസ്ഥാനത്ത് കാലവർഷം ശക്തമാവുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അനഘ ചേരുകയാണ്. അനഘ, മലബാറിലൊരു അവസ്ഥ എങ്ങനെയാണ്? തിരുവനന്തപുരത്ത് വലിയ മഴയൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ പോലും ഇന്നിപ്പോൾ രാവിലെ ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് ചെറുതോതിൽ മഴ തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട്ടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? മായ, ഗുഡ് മോർണിംഗ്. ഏതായാലും അന്ന് പുലർച്ചയോട് കൂടി തന്നെ ശക്തമായിട്ടുള്ള മഴയാണ് കോഴിക്കോടിന്റെ പല ഭാഗങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ മഴയ്ക്ക് ഒരു നേരിയ ശമനമുണ്ട്. പക്ഷേ അല്പസമയത്തിനുള്ളിൽ തന്നെ മഴ വീണ്ടും വരും, അല്ലെങ്കിൽ മഴ വീണ്ടും പെയ്യും എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും താൽക്കാലികമായി മഴയ്ക്കൊരു ശമനമുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്ക് ഇന്നും തുടരുകയാണ്. ഈ നദികളിലടക്കം ആളുകൾ ഇറങ്ങരുത് എന്നതടക്കമുള്ള ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. നദികളിൽ ഈ മലവെള്ളപ്പാച്ചിലും അതോടൊപ്പം തന്നെ ജലനിരപ്പ് ഉയരാനുമുള്ള ഒരു സാധ്യതകൾ അടക്കം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നദികളിലോ അണക്കെട്ടുകളിലോ മറ്റോ അണക്കെട്ടിലെ പ്രദേശങ്ങളിലടക്കം ഇറങ്ങരുത്, കുളിക്കാനോ മറ്റു ആവശ്യങ്ങൾക്കോ ആയി അടക്കം ഇറങ്ങരുത്, മത്സ്യബന്ധനം അടക്കം നടത്തരുത് എന്നതടക്കമുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും മലയോര മേഖലയിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാവുകയാണ്.